ഹായ്. അപ്പം അങ്ങനെ രാവിലെ എണീറ്റു ആ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ചായപ്പൊടി ഇട്ട് കൊടുത്തത് ആ പാൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തിളച്ച് മറിയട്ടെ വിചാരിച്ചു. അങ്ങനെ കടുപ്പത്തിൽ നല്ലൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ തിളച്ച് മറപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് രാവിലെ ഇന്നലെ രാത്രി അരച്ച് വെച്ചിട്ടുള്ള മാവാട്ട്. അങ്ങനെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശയ്ക്ക് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാറക്കുട്ടിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടത്. പക്ഷെ അവൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയത്. എനിക്കും ആദ്യക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ അപ്പൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ കറിക്ക് വേണ്ടിയിട്ട് തക്കാളി, അതേപോലെ ചെറിയ ഉള്ളി, വറ്റൽമുളക്, കരിവേപ്പിൻ്റെ ഇല ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കണം. നന്നായിട്ട് കരിവേപ്പിൻ്റെ ഇല, ചെറിയ ഉള്ളി, വറ്റൽമുളക് ഒക്കെ നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം തക്കാളി ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, കുറച്ച് പൊട്ടിത്തെറികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടച്ച് വേവിക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാനിങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഇതെല്ലാം നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരയ്ക്കണേ. നന്നായിട്ട് അരച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ കടുക്, കരിവേപ്പിൻ്റെ ഇല ഇട്ടതിന് ശേഷം അരച്ച് വെച്ച പേസ്റ്റ് അതിലേക്ക് ഒഴിക്കുക. അപ്പോഴും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. തീ ഒന്ന് കുറച്ച് വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ആദ്യക്കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു. ആദ്യക്കുട്ടിക്ക് ചായയൊക്കെ കൊടുത്തതാ ഞാനും ഒരു പാൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഭയങ്കര ഹാപ്പിയിലാണ്. അങ്ങനെ അരിയിടാൻ വിചാരിച്ച് അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. റൈസ് കുക്കറിലാട്ട് വെക്കണത്. അങ്ങനെ റൈസ് കുക്കറിലേക്ക് വെച്ച് ചോറ് ഇറക്കി ഒരു തട വെച്ചപ്പോഴത്തേനും ചോറ് ഇറക്കി വെച്ചിട്ടുണ്ടായി. പിന്നെ പേരയ്ക്കേൻ്റെ ഇലയും അതുപോലെ ഏലക്കായും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ലതാണെന്ന് കേട്ട ശേഷം ഞാൻ ഈ വെള്ളാട്ട കുടിക്കാറ്. പിന്നെ ചോറ് നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തൈര് ഉണ്ടാക്കിയത് തന്നെ ആദ്യക്കുട്ടന് വേണ്ടിയിട്ടാണ്. അവൻ തൈരിൻ്റെ ആളാണ്. അങ്ങനെ തൈരൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അടുപ്പത്ത് കർമ്മത്തിൻ്റെ കറി കേട്ടോ. അപ്പോൾ അതിക്ക് തേങ്ങ ചിരകിക്കൊണ്ടിരിക്കണേ. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ചെറിയ ഉള്ളിയും ചെറിയ ജീരകം, കരിവേപ്പിൻ്റെ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തതിന് ശേഷം കറിയിലേക്ക് അങ്ങനെ പാർന്നിട്ടുണ്ട്. അങ്ങനെ കറി ഒരു തിളച്ചപ്പോഴേക്കും ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിക്ക് വറ്റൽമുളക്, കരിവേപ്പിൻ്റെ ഇല, കടുക് ഇട്ടിട്ട് നന്നായിട്ട് വറവിട്ടിട്ടുണ്ടേ. അങ്ങനെ മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി അരിഞ്ഞിട്ടത് എന്തിനാ അറിയാം, കോഴിമുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓംപ്ലേറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓംപ്ലേറ്റിന് വേണ്ടിയിട്ട് ഞാൻ വലിയ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. മുട്ട എല്ലാവർക്കും ഇഷ്ടമായത് കാരണം 3 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. പാറുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുട്ട. പക്ഷെ അവൾക്ക് ഉള്ളിട്ടത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അവൾക്ക് വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മുട്ടൊന്നും ഇല്ലാതെ ഉപ്പും മുട്ട മാത്രം ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൾക്ക് തീരെ ഇഷ്ടമല്ല ഉള്ളി എന്ന് പറയുന്ന സാധനം. എന്തിലും ഉള്ളി ഉണ്ടെങ്കിലും അവൾ എടുത്തിടും. പിന്നെ ഈ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ, അതേപോലെ ഈ ഒരു വെല്ലുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. നന്നായിട്ട് വാടണം. നന്നായിട്ട് വാടിയതിന് ശേഷം മുട്ടയ്ക്ക് പൊട്ടിച്ച് പാരുക. അങ്ങനെ നന്നായിട്ട് മുട്ട ആക്കിയിട്ട് ഒരു വെറൈറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പൊടിച്ചല്ലേ മുട്ട ഉണ്ടാക്കല്ലേ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയത്. അങ്ങനെ ലാസ്റ്റ് താരം കുരുമുളക് വിതറിയിട്ടുണ്ട്. കുറച്ച് കേബേജ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ആദ്യം കൂട്ടുന്ന ഏട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുക.